ഹായ് നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചാൽ ബീച്ചിലാണുള്ളത്. 31 വരെ നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു അത്ഭുതങ്ങളുണ്ട് ഒരുപാട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാനാണ്. എല്ലാവരും കാണണം, മുഴുവനായിട്ട് ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം. പക്ഷേ അവിടെ പോകാൻ എനിക്ക് കഴിയില്ല, കാരണം 31 വരെ, ഡിസംബർ 31 വരെ ഉള്ളും ഈ അത്ഭുതം. അപ്പോൾ ഇത് ഷെയർ ചെയ്യുക, കാണാത്തവർക്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് അകത്ത് കിടക്കാൻ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ കവാടത്തിലേക്ക് പോകുമ്പോൾ പല നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന ഫ്ലോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെന്ത് വേണം, അതെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കാനുള്ളവരെല്ലാം ഫോട്ടോ എടുത്ത് എന്നിട്ട് ആ കവാടത്തിലേക്ക് കടക്കുക. കവാടത്തിൻ്റെക്ക് കടന്ന് ഉള്ളിലേക്ക് കടന്ന പാട് നല്ല അലങ്കരിച്ച നയനമനോഹരമായ മിനിച്ചർ ബൾബുകളും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ആസ്വദിച്ച് മെല്ലെ പതുക്കെ എന്ത് വേണം, മുന്നോട്ട് നടക്കുക. അപ്പോൾ ആദ്യം കാണുന്നത് എന്താ, മത്സ്യം. അടിപൊളി കളർ മത്സ്യങ്ങളാണ്. എന്താ ഭംഗി, എന്താ കാണാൻ രസം. കടലിനടിയിൽ പോയതുപോലെയുണ്ട് നമ്മൾ. കണ്ട എന്താ ഭംഗി, എന്താ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതെന്ന് പറയാം. പലതരം കളർ മത്സ്യങ്ങൾ, വെറൈറ്റി. പക്ഷേ ഒരത്ഭുതമുണ്ട്, അത് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. കണ്ടു കഴിഞ്ഞാൽ അതിൽ കാണാം എന്താണെന്ന്. അപ്പോൾ ഇത് കാണുക, ആസ്വദിച്ച് കാണുക എല്ലാവരും. അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ വേണം. ഏതെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള മത്സ്യങ്ങളാണ്. ചില സ്ഥലത്ത് ഈ മത്സ്യങ്ങൾ ഉണ്ടാവില്ല, ചില സ്ഥലത്ത് ഈ മത്സ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് കാഴ്ചയിൽ പെട്ടെന്ന് കിട്ടുന്ന, അതായത് കുറച്ചും കൂടി കാണാൻ ഭംഗിയും അതിൻ്റെ വ്യത്യസ്തതയും ഇതുള്ളതുകൊണ്ട് മാത്രം ഷൂട്ട് ചെയ്തതാണ്. ഇത് നോക്കിയാൽ ചില മത്സ്യങ്ങളുണ്ട് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നതിനെയാണ് ഷൂട്ട് ചെയ്തത്. നോക്കാം, അതിൻ്റെ കളറ് നല്ല പച്ച മഞ്ഞ, എന്ത് വെറൈറ്റി അല്ലേ. ഇങ്ങനെ സംഭവം തന്നെയല്ലേ മത്സ്യങ്ങൾ അല്ലേ, ജീവജാലങ്ങൾ. അതും ഒരു ജീവനാണ്, അതും ജീവിക്കുന്നുണ്ട് സന്തോഷത്തോടുകൂടി. പിന്നെ വെള്ളം, നമ്മളെ മുള്ളനെ പോലെ ഉണ്ട്. എന്താ പേര് എന്നൊന്നും അറിയില്ല. ഇത് കണ്ട മുള്ളനെ പോലെ ഇല്ലേ, നമ്മുടെ നാടൻ മുള്ളനെ പോലെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യങ്ങളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. ഞാൻ കണ്ട് ആസ്വദിക്കാറാണ് പതിവ്. മത്സ്യങ്ങളുടെ ഈ പേരെല്ലാം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ. ഇത് വേറെ ഒന്ന് വെള്ളയിൽ കളർ ഡിസൈനായിട്ട് കറുപ്പും ഓറഞ്ചും അല്ലേ, ഓറഞ്ചല്ലേ കളറ്, അതുമായിട്ട് നിൽക്കുന്ന ഒരു മത്സ്യങ്ങൾ. ഇത് വേറെ ഒരു മത്സ്യം വലിയ, ഇത് കരിമീനാന്ന് തോന്നുന്നു അല്ലേ, കരിമീൻ. അതെ, കരിമീനാണെന്നാണ് തോന്നുന്നത്. ഇതാ നേരത്തെ കണ്ടതുപോലത്തെ വേറെ ടൈപ്പിലുള്ള മീൻ. കണ്ട എന്തൊരു മനോഹരമാണെന്ന് പറയാം. അതിങ്ങനെ വായ പൊന്തിക്കും, ഇങ്ങനെ കൊള അത് വായ പൊന്തിക്കുന്നുണ്ട. ശ്വാസം വലിക്കുന്നതായിരിക്കും, എന്താണെന്നറിയില്ല. വെള്ളം കുടിക്കുന്നതാണോ, അതിപ്പം വായ തുറക്കുമ്പോൾ വെള്ളം കയറില്ലേ എന്നാണ് ചോദ്യം. ഇതാ അടുത്ത മുള്ളനെ കണ്ട, മുള്ളനല്ല പക്ഷെ മുള്ളൻ്റെ അതേ സൈസ് ഒരുപാടുണ്ട് അതിൽ. അങ്ങനെ ഓരോ കൂടിൽ വ്യത്യസ്തമായ മത്സ്യങ്ങൾ. വേറെ കറുത്ത മീൻ, കറുത്തൊരു മീനാണ് കൂട്ടിലാണ് അല്ലേ. അങ്ങനെ ഒരു കറുത്ത മത്സ്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ ലവ് ബേർഡ്സ്, ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ലവ് ബേർഡ്സ്, വ്യത്യസ്ത ഇനം പക്ഷികളുണ്ട്, കോഴികളുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഉള്ള കോഴികളെയൊന്നും. അല്ല, വേറെ ഒരു മീനിനെ കണ്ട, അത് ആ മത്സ്യത്തിൻ്റെ നോട്ടം നോക്കറ, മനുഷ്യൻ്റെ മുഖം പോലെ ഉണ്ട് ചില മീനിൻ്റെ മുഖം കാണുമ്പോൾ. അപ്പോൾ ഓസ്കാർ, ഇത് അങ്ങനെ ഒരു പേരുള്ള മീനാന്ന് തോന്നുന്നു. വേറെ ഒരു മത്സ്യം. എല്ലാം ഇങ്ങനെ വായ ഇങ്ങനെ പുളക്കുന്നുണ്ട്.
എന്താണെന്ന് വെച്ചാൽ ഏതെല്ലാം മീനാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വ്യത്യസ്ത ഇനം പക്ഷികളുണ്ട്. ഈ പക്ഷികളുടെ പേരൊന്നും എനിക്കറിയില്ല. കണ്ടോ, ഒരു കോഴിയാണ്. കോഴിയല്ല, പ്രാവ്. കോഴി വേറെ ടൈപ്പ് ഉണ്ട്. നാടൻ കോഴിയല്ല, ഇറച്ചി കോഴിയല്ല, വേറൊരു ടൈപ്പ് കോഴിയുണ്ട്. അതാണ്, പേരറിയില്ല. എന്താ ഇത് വേറെ മറ്റൊരു പക്ഷി. അപ്പോൾ അങ്ങനെ ഒരുപാട് പക്ഷികൾ നമുക്ക് സാവധാനം ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കോഴി വെള്ളക്കോഴി. പക്ഷെ നല്ല വണ്ണമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നാടൻ കോഴി പോലെയല്ല, കാലിനെല്ലാം തൂവലാണ്, നല്ല വണ്ണമുണ്ട്. സാധാരണ നാടൻ കോഴീനെക്കാട്ടും വലിപ്പം, പൂവൻ കോഴീനെക്കാട്ടും നല്ല വലിപ്പമുള്ള കോഴിയാണ് ഇത്. കണ്ട, ഇത് കളറ് കോഴി. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം ഇതിനെല്ലാം. നമ്മൾക്ക് ഇതിനൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിയാണ് കേട്ടോ. ഇത് നല്ലത്. മുയലിങ്ങനെ പാപമായിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ട്. ഇത് നാടൻ കോഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നാടൻ കോഴിയാണ്. ഇത് ചെറിയ കോഴിയില്ലേ, ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ. അത് നമ്മൾ ഈ തെരുവിലെല്ലാം വിൽക്കുന്ന കാണാം ഇതുപോലത്തെ കോഴികൾ. ആ കോഴികളാണോ ഈ കോഴിയെന്നറിയില്ല. അങ്ങനെ നമ്മളിത് കണ്ട് ആസ്വദിച്ച് കറുത്തൊരു കോഴിയാണ്. ഇതെന്താ സംഭവം എന്നറിയാം? ഇതാണ് എലി, വെള്ള എലീനെ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വെള്ള എലിയാണ് ഈ കാണുന്നത്. തുരക്കാനൊന്നും കിട്ടിയിട്ടില്ല, കാരണം ഗ്ലാസ് കൂടിനുള്ളിലാണല്ലോ. അപ്പോൾ എത്ര തുരച്ചാലും മാന്തിയാലും അത് നീങ്ങില്ല, അതിന് മടുത്ത് കാണും. അതാണ് അനങ്ങാണ്ട് കിടക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ ഇതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്, സത്യം പറയാലോ. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്, നിങ്ങൾക്കൊക്കെ